ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ ഫ്രൈക്ക് ശേഷം വെറും 4 ചേരുവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് ആൻഡ് വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാമോളം ചെറിയ ഉള്ളി ഇതേപോലെ പൊളിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി അങ്ങോട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി, കൂടുതൽ അരയരുത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ എണ്ണ നമ്മുടെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇതിപ്പം ചട്ടിയുടെ നടുവിൽ മാത്രമാണല്ലോ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. എണ്ണയൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. ഒത്തിരി അങ്ങോട്ട് വഴലണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരു കറുത്ത കളർ ഏകദേശം ഒന്നായി വരുന്നത് വരെ നമുക്കൊന്നതൊന്ന് വഴറ്റിയെടുക്കാം. അത് ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകരുത്, ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതേ പരുവായി കഴിയുമ്പം ഞാനിവിടെ ഒരു 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചെറിയ തീ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊക്കെ അടിയിൽ പിടിക്കും. നമ്മുടെ മസാല എല്ലാം കൂടെ നന്നായിട്ട് ഇതിൽ കോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കും. നമ്മുടെ ചിക്കൻ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. നന്നായിട്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തതല്ല ഇതിനകത്ത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. ഈ മസാലയൊക്കെ, ഈ വെള്ളവും മസാലയും എല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. കുറച്ച് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമ്മളിത് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി ഇതിലേക്ക് നന്നായിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ട് ഒന്ന് ചേർന്നതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കണ്ട് നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ അത്യാവശ്യം സ്പൈസിയും അതേറെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്പൈസി ആണെങ്കിലും ആ ചെറിയ ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെ ഒക്കെ കോമ്പിനേഷൻ കാരണം ഇത് നമുക്ക് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യണേ. കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാമോളം ചിക്കൻ ഉണ്ടാക്കിയെടുക്കാനായി ഈ കറിവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഇത് നല്ലപോലെ ഈ സവോളയുടെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരണം.